വെൽക്കം ബാക്ക്. അപ്പൊ ഇന്ന് നമുക്ക് നമ്മുടെ NCERT-യിലെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അതായത് നമ്മുടെ പ്ലാൻ കിങ്ഡം ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മുടെ എക്സസൈസിൽ കൊടുത്തിരിക്കുന്ന 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എക്സാം ഒക്കെ മോഡൽ എക്സാം ഒക്കെ എഴുതിയപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും സെയിം ക്വസ്റ്റ്യൻ തന്നെ, അതായത് NCERT-യിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സെയിം ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മുടെ എക്സാംസിന് വരാറുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പൊ അതിനും അത്രയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Yes, find out what do the terms algal bloom and red tides signify. Okay, അപ്പൊ algal bloom എന്താണെന്നും അതുപോലെ തന്നെ red tides എന്താണെന്നുമാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അത് രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കാം. നിങ്ങളോട് അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ 1 മാർക്കിന് ചോദിക്കാം, 2 മാർക്കിന് ചോദിക്കാം. ഇങ്ങനെയൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നിങ്ങൾ അത് ഓർത്തിരിക്കുക. നമുക്ക് പെട്ടെന്ന് നോക്കിയാലോ, എന്താണ് അതിന്റെ ആൻസർ? algal bloom എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, പൊല്യൂട്ടഡ് വാട്ടറിൽ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് വാട്ടറിൽ എന്താണ് ആൽഗെ ഒത്തിരി ഗ്രോ ചെയ്യുന്ന ഓവർ ഗ്രോത്ത് ഓഫ് ആൽഗെ ആണ് നമ്മൾ എന്താണ് ഈ ഒരു ആൽഗൽ ബ്ലൂംസ് എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അവിടെ ഏത് ആൽഗയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? യെസ്, വി നോ ഇറ്റ് ഈസ് ദ ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ സൈനോബാക്ടീരിയ. ഓക്കെ, അപ്പൊ ഇതെന്താണ് ഈ ഒരു പെർട്ടിക്കുലർ ആൽഗെ ഇങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന അത് എന്തായിട്ട് മാറും? നമ്മുടെ വാട്ടർ പൊല്യൂഷൻ ആവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ആ ഒരു പെർട്ടിക്കുലർ വാട്ടർ ബോഡിയിലുള്ള ഓർഗാനിസംസിനൊന്നും ആവശ്യത്തിന് എന്താണ് ഓക്സിജൻ കിട്ടാതെ വരും അല്ലെ? അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവും. സോ ദേ ഇൻഹേൽ ദ കാർബൺ ഡയോക്സൈഡ് ആൻഡ് എക്സേൽ ഓക്സിജൻ. ദെൻ അടുത്തത് എന്താണ്? അടുത്തത് നമ്മുടെ റെഡ് ടൈഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ റാപ്പിഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റെഡ് പിഗ്മെന്റ് ഡയനോഫ്ലജലേറ്റ്സ്, അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ഗുനിയോലെക്സ്. ഓക്കെ, സോ ദിസ് ആക്ച്വലി ഗീവ്സ് എ റെഡ് കളറേഷൻ ടു ദ സീ അല്ലെ? ആ സീ വാട്ടറിന് ഒരു റെഡ് കളറേഷൻ കൊടുക്കും. അതെന്താണ്? ശരിക്കും അതിന്റെ റാപ്പിഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഓക്കെ, അത് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെഡ് ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിവിഷൻ ഇങ്ങനെ നടക്കുന്ന സമയത്ത് എന്താണ് സാധാരണയായിട്ട് അവർ ടോക്സിൻസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മുടെ മറൈൻ ഫിഷസിനെയൊക്കെ ഈവൻ കില്ല് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ 2 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിച്ചിരിക്കേണ്ടത്. ഒന്ന് ആൽഗൽ ബ്ലൂമും അതുപോലെ തന്നെ റെഡ് ടൈഡും. ഇത് നിങ്ങളോട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സിമ്പിൾ ആണ് നമ്മൾ വിചാരിക്കും, പക്ഷെ എന്താണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ താങ്ക് യു, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.